ശിങ്കാരിമേളം താളത്തിൽ കൊട്ടിക്കയറിയ രേഷ്മ ഇനി പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ അരുവാപ്പുറം പഞ്ചായത്തിനെ നയിക്കും. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് 27-കാരിയായ രേഷ്മ. കൊക്കത്തോട് നെല്ലിക്കപ്പാറ സ്വദേശിയായ രേഷ്മയ്ക്ക് ഇത് പുതുനിയോഗം. പഠിക്കാനും കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാനും കഴിഞ്ഞ 27 വർഷത്തിനിടയിൽ വലിയ പ്രാരാബ്ദങ്ങളാണ് രേഷ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. അതിനെയെല്ലാം സമചിത്തതയോടെ നേരിട്ടാണ് രേഷ്മയുടെ പുതുനിയോഗം. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രേഷ്മ മറിയം റോയിയുടെ പിൻഗാമിയായാണ് രേഷ്മ എത്തുന്നത്. അരുവാപ്പുരം പഞ്ചായത്ത് പ്രസിഡന്റായ അധികാരമേറ്റ രേഷ്മയുടെ ശിങ്കാരിമേളത്തിന്റെ താളം കേരളത്തിലും തമിഴ്നാട്ടിലുമടക്കം മുഴങ്ങിയിട്ടുണ്ട്. ശിങ്കാരിമേളത്തിലൂടെ കിട്ടുന്ന വരുമാനമായിരുന്നു രേഷ്മയുടെ ജീവിതമാർഗം. MCom വിദ്യാർത്ഥിനിയാണ് രേഷ്മ. ചെണ്ടകൊട്ടി ജീവിതമാർഗം തേടുന്നതിനിടെ അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ UDFന്റെ ക്ഷണം. മറിച്ചൊന്നും ആലോചിച്ചില്ല. തിരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. UDFന് ഭൂരിപക്ഷം ലഭിച്ച അരുവാപ്പുരം പഞ്ചായത്തിൽ ഇക്കുറി പട്ടികജാതി വനിതാ സംവരണം. അതിലൂടെ രേഷ്മയ്ക്ക് കൈവന്നതാണ് സ്വന്തം നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവി. ചെണ്ടയും ചേങ്ങിലയും ഒക്കെ വഴങ്ങുന്ന രേഷ്മ അതേ താളത്തിൽ പഞ്ചായത്തിനെയും നയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കൊക്കാത്തോട്ടിൽ നിന്നൊരു പ്രസിഡന്റ് ഉണ്ടാവുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് എൻ്റെ നാടും ഒപ്പം തന്നെ ഞാനും. നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. പഞ്ചായത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും. MCom അവസാന വർഷ സെമസ്റ്റർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു തിരഞ്ഞെടുപ്പ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രേഷ്മ. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.